ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. ഷിയാസ് കരീം കഷ്ടകാലെ സർപ്പലു കോണക എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അത് കഷ്ടകാല സമയമാണെങ്കിൽ നമ്മൾ ചുറ്റിയിരിക്കുന്ന കോണകം പോലും സർപ്പമായി മാറുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് ഇതവസ്ഥ. ഷിയാസ് കരീമിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഏകദേശം ആ ഒരു അവസ്ഥയിലൂടെ പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി അനുമോളുമായിട്ടൊരു ഫംഗ്ഷനിൽ അനുമോളോട് ബീഫ് കഴിക്കും, നീ ബീഫ് കഴിക്കും, നീ ബീഫ് കഴിക്കുക. അപ്പോൾ അവൾ കഴിക്കില്ല എന്ന് പറയുമ്പോൾ നീ BJP കാരിയാണെന്ന് ചോദിക്കുന്നു. പിന്നീട് അത് വലിയ ചർച്ചയാകുന്നു. പുള്ളിക്കെതിരെ നല്ല സൈബർ അറ്റാക്കൊക്കെ വരുന്നു. പുള്ളി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോക്കടിയിലും വന്ന് തെറി പറയുന്നു. മൊത്തത്തിൽ പുള്ളി ഒരു എയറിലായിരുന്നു. അങ്ങനെ പുള്ളി ആകാശവാസമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്ത് ഈ അനുമോളൻ്റെ ഇഷ്യൂസൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് മറന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത പുല്ലാപ്പെട്ട് വരുന്നു. ഞാനിപ്പോൾ ഇന്ന് ന്യൂസ് ചാനൽ വെക്കുമ്പോൾ മൊത്തം കാണുന്നത് ഈ ഷിയാസിനെതിരെയുള്ള ലൈംഗിക ആരോപണമാണ്. അപ്പോൾ അതിനകത്ത് രസകരമായിട്ട് തോന്നിയത് സാമ്പത്തിക ലൈംഗിക ആരോപണം, അങ്ങനെയാണ് ഒരു ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. അത് പുതിയൊരു വാക്കാണ്, എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. സാമ്പത്തിക ലൈംഗിക ആരോപണം. അപ്പോൾ ഏതൊരു സ്ത്രീയുമായിട്ട് ഈ പുള്ളിക്ക് ബന്ധമുണ്ടായിരുന്നു, 65 ലക്ഷം രൂപ പറഞ്ഞ് പറ്റിച്ചു മേടിച്ചു എന്ന രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ കേസ്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നിയമപരിരക്ഷ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുമിച്ച് കുറേ നാൾ ജീവിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് കാരണം ആ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ലൈംഗിക ആരോപണം അവർക്ക് പരാതിപ്പെടാനും ഈ ആർക്കെതിരെയാണോ അവർ പരാതി ഉന്നയിച്ചത് അവരെ പിടിച്ച് അകത്തിടാനുള്ള നിയമം നമുക്കുണ്ട്. ഇപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ നിയമം ഇവർക്കൊപ്പമായതുകൊണ്ട് ഇങ്ങനൊരു പരാതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പുരുഷൻ്റെ സൈഡ് കേൾക്കാനോ അത് പറയാനോ ഒരു അവസരമില്ല. കാരണം അത് ആർക്കും താല്പര്യമില്ല. അപ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് മാത്രം കേട്ടുകൊണ്ട് അവർക്ക് മാത്രം പരിരക്ഷ നൽകിക്കൊണ്ടൊരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും ഇതൊരു ആയുധമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാളും വരാത്തൊരു പരാതി, അല്ലെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്ത് പോകാവുന്ന കേസുകളുള്ളൂ. പക്ഷേ അത് ഇത്രയും നാളും ഇല്ലാത്തൊരു പരാതിയായിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ വരുന്നു. അതിൻ്റെ എത്രത്തോളം ജെനുവിനിറ്റിയാണെന്ന് നമുക്കറിയത്തില്ല. രണ്ട് വശങ്ങളും കേട്ട് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു ജെനുവിനിറ്റി മനസ്സിലാകത്തുള്ളൂ. ഇതിൽ എന്നെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഈ നഗ്ന വീഡിയോസ് സൈറ്റുകളിൽ പ്രദർശിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തതൊക്കെ പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഇപ്പോൾ നിലവിൽ ഷിയാസിന് ഒരു പൊല്ലാപ്പ് മാറിയിട്ട് അടുത്ത പൊല്ലാപ്പ് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അനുമോളുടെ കേസിൽ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ബീഫ് സംബന്ധമായി ഹിന്ദുക്കളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനെന്താണ് ബീഫ് ചിന്തിക്കാൻ നോക്കിയത്, അവനെന്തിനാണ് BJP എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ സുഡാപ്പി അല്ലേ എന്ന് പറഞ്ഞൊക്കെ ഒരു പക്ഷം പറഞ്ഞാലും വേറൊരു പക്ഷം സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കും, നോർമൽ ടോക്കി പറഞ്ഞു പോയതായിരിക്കാം, അത് ഇത്ര വലിയ ന്യൂസ് ആക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്ന രീതിയിൽ രണ്ട് പക്ഷം പിടിച്ച് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ സാമ്പത്തിക ലൈംഗികാരോപണം പോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു മനുഷ്യ സപ്പോർട്ട് ഉണ്ടാവില്ല. അത് എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ഒരു സ്ത്രീ വിഷയമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ എന്തോരം അത് തിരിച്ചറിഞ്ഞ് വന്നാലും നമ്മളെ അത് വിട്ടുപോവില്ല. അത്രത്തോളം ചീത്തപ്പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നേക്കണ ഒരു ഇഷ്യൂ അത് സീരിയസ് ഇഷ്യൂ ആണ്. ഈ ഷിയാസ് എത്രത്തോളം അതിൽ നിന്ന് ഊരിപ്പോരുമെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിക്കഴിയുമ്പോൾ ബിഗ് ബോസിലൂടെ വരുന്നു, പിന്നീട് പുള്ളി മോഡലാന്ന് പറയുന്നു, പിന്നെ പുള്ളി അത്യാവശ്യം ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഒരു വീടൊക്കെ പണിത് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക ഒരു പദ്ധതിയൊക്കെ ഉണ്ടായി, അത്യാവശ്യം ഫെയിമും ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫെയിം കണ്ട് നമ്മളിലേക്ക് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും നമ്മൾ സാധാരണക്കാരനാണ്, നമുക്ക് വലിയ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കച്ചറയും പിടിക്കാം. നമ്മളൊരു ഫെയിമിലേക്ക് എത്തി നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അത് വാച്ച് ചെയ്യാൻ ഒരു വലിയ സമൂഹമുണ്ട്, നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് എത്രത്തോളം നമ്മളത് കെയർഫുള്ളായിട്ട് പോയാലാണ് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പഠിക്കണം. ഇപ്പോൾ ചെറിയൊരു ഫെയിം വന്നു, നമ്മൾ 10 പേര് അറിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് തേടി വരുന്ന സ്ത്രീകളെയൊക്കെ അവർ ചെറിയൊരു വില്ലിങ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തെറ്റായ വഴികളിലേക്ക് പോകുന്നത് ഈ രീതിയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ചെന്ന് ചാടും. അപ്പോൾ ഷിയാസ് പെട്ടിരിക്കുന്നത് വലിയൊരു പെടലാണ്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഈ പെണ്ണ് കേസ് വെച്ച് കളി ഭയങ്കരമായിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളെക്കാളും കൂടുതൽ ഇവിടെ പെണ്ണുങ്ങളിറക്കി കളിക്കുന്ന കളിയാണ്. അതിപ്പോൾ രാഷ്ട്രീയക്കാരായാലും സിനിമക്കാരായാലും പെണ്ണിനെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ലൈംഗികാരോപണം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ അതൊരു ആയുധമാണ്. അപ്പോൾ അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഷിയാസിന് സംഭവിച്ച വിഷയത്തിൽ എത്രത്തോളം ജെന്യുവിനാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ മീഡിയാസ് കിട്ടിയൊരു അപ്പക്കഷ്ണം എല്ലാവരും വീഴ്ചയെടുത്ത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷിയാസ് ഇതിനകത്ത് കൂടി വന്നിട്ട് എത്രയും പെട്ടെന്ന് ഏതൊരു ഉസ്താദിനെ കണ്ട് ഒരു ചരട് ഓദിച്ച് അരയെ കെട്ടുക. കാരണം നല്ല സമയമാണ് ഇപ്പോൾ. ഒന്നിന്ന് അടുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനിയെങ്കിലും ഇത് നിരപരാധിയാണോ അല്ലെങ്കിൽ തെറ്റുകാരനോ ഒന്നും ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല, നമുക്കറിയില്ല. നാളെ വിധി അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വന്നു കഴിയുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കുക. നമുക്കുണ്ടാകുന്ന ചീത്തപ്പേരുകൾ അത് മാറ്റാലും തേച്ചാലും പോകില്ലാത്ത ഒന്നാണെന്നും അത് ഇനിയും കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിനെയും കരിയറിനെയും നശിപ്പിക്കുന്ന ഒന്നാണെന്നും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാവും. അപ്പോൾ എയറിൽ നിന്ന് തിരിച്ചു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസ് കരീം വീണ്ടും എയറിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയാസൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസൊക്കെ ഒന്ന് കേട്ടപ്പോൾ ഒന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ തോന്നിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അന്ന് ബീഫ് കേസ് പറഞ്ഞിട്ട് ഷിയാസിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ നല്ലൊരു ചാൻസാണ്. അപ്പോൾ ഏത് രീതിയിലൊക്കെയുള്ള പ്രതികരണമായിരിക്കും അവരിൽ നിന്നൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനും തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, ബൈ.